ശരി നിഷാദ്, ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഉത്തര കേരളത്തിൽ എത്രമാത്രം, മറ്റ് മണ്ഡലങ്ങളിൽ എത്രമാത്രം സ്വാധീനിക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡ് എടുക്കുക, അവിടെ ഈ കേന്ദ്രീകരണം ഉണ്ടായാൽ പോലും രാജ്മോഹൻ ഉണ്ണിത്താനിന്റെ നില സേഫാണോ? അല്ല, ഇപ്പോൾ അതായത് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം, ന്യൂനപക്ഷ വോട്ടുകളുടെ ഓരോ മണ്ഡലത്തിലുള്ള പ്രാധാന്യം എന്നത് യു ഡി എഫിന് മാത്രമായി അനുകൂലമാകുന്ന ഒരു ഘടകമാണ് എന്ന വിലയിരുത്തൽ എന്തുമാത്രം ശരിയുണ്ട് എന്നതിൽ എനിക്ക് തർക്കമുണ്ട്. കാരണം ഇത് ഒരു ദേശീയ സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഷയങ്ങൾ, മതനിരപേക്ഷ വിഷയങ്ങൾ, ഒപ്പം ഇന്ത്യൻ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരാണ് ശരിയാമെന്ന നിലപാട് സ്വീകരിക്കുക എന്നതിൽ വളരെ പൊളിറ്റിക്കലായ ഒരു അനാലിസിസ് നടത്താൻ ശേഷിയുള്ള ആളുകളാണ് ന്യൂനപക്ഷത്തുള്ള ആളുകൾ. അവർ ആ കാര്യത്തിൽ വളരെ ആലോചിച്ചുറപ്പിച്ച് തീരുമാനമെടുക്കുന്നവരും കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു നിർണായക സന്ധിയിൽ യു ഡി എഫിനെ മാത്രമായി പിന്തുണച്ച് കളയുമെന്ന് സസ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. എന്നാൽ ഈ സമീപകാല തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ത്രെട്ടിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ യു ഡി എഫിനെ കൂടുതലായി വിശ്വസിക്കുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. 2019 നമ്മളത് കണ്ടതാണ്. നേരത്തെ പ്രമോദ് സാറ് പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യത്തിന് എന്തൊക്കെയോ സാധ്യതകളുണ്ട് എന്നുള്ള പുതിയ ചില ഡിസ്കഷൻസ് ഓപ്പണായി വരുന്നത് അവർക്ക് യു ഡി എഫിന് ഗുണം ചെയ്യുന്നതാണ്. നേരത്തെ ആണെങ്കിൽ മോഡി എന്തായാലും തുടരുന്ന മോദിയോട് സംസാരിക്കാൻ ശേഷിയുള്ളവരാരാണ്, അവർ ഇടതുപക്ഷക്കാരാണ് എന്നവർ ചിന്തിക്കും. അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ ലെഫ്റ്റ് വിചാരിച്ചിരുന്നെങ്കിൽ മോദി റിപ്പീറ്റ് ചെയ്തേക്കില്ല, ചിലപ്പോൾ മോദി വീഴും, ഇന്ത്യ സഖ്യത്തിനൊരു മുന്നണി ഉണ്ടാക്കാൻ കഴിയും, സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു ചിന്ത രൂപപ്പെട്ടു വരുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് ഗുണമുണ്ടാക്കുന്ന കാര്യവും 2019 പരിസരത്തുകൂടി അത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സംഗതിയുമാണ്. വടകരയുടെ കാര്യം പ്രത്യേകമായി എടുത്താൽ ഷാഫിയെ സംബന്ധിച്ച് നമ്മളെന്തിനാണ് കവർ ചെയ്ത് പറയേണ്ട കാര്യമില്ല. അയാൾക്കൊരു വിസിബിൾ എഡ്ജുണ്ട്, അതൊരു സത്യമാണ്. അത് പൊതുവേ നമ്മൾ വാർത്തകൾ കാണുമ്പോൾ, മാധ്യമങ്ങളിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കവറേജ് ചെയ്യുന്ന രീതി കാണുമ്പോൾ ഒക്കെ നമുക്ക് നോക്കിയാൽ, ഒപ്പം അവിടുത്തെ ആൾക്കൂട്ടത്തെ കണ്ടാൽ, പ്രചരണത്തിലുള്ള മൊത്തത്തിലുള്ളൊരു മുന്നേറ്റമൊക്കെ കണ്ടാൽ ഷാഫിക്കൊരു എഡ്ജ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഷൈല ടീച്ചറെ കൊണ്ടുവരുമ്പോൾ ഷൈല ടീച്ചർ ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് CPM എക്കാലത്തും പ്രതിസന്ധി അനുഭവിച്ചൊരു മണ്ഡലമാണ്. അവിടെ ഷൈല ടീച്ചറെ പോലെ ഒരു വലിയ അക്സെപ്റ്റൻസ് ഉള്ള ആളെ കൊണ്ടുവന്നാൽ ആ വിഷയത്തെ മറികടക്കാമെന്നൊരു വിചാരിക്കുമ്പോഴാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ കൂട്ടുകയും കൂടുതൽ ആളുകളെ അതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്ത് വീണ്ടും ആ വിഷയം മുഖ്യധാരയിലേക്ക് വരുന്നതോടെ ടീച്ചർ പ്രതിസന്ധിയിലാവുകയാണ്. എന്ന് മാത്രമല്ല, പാനൂരിലെ സ്ഫോടനം ഉണ്ടാകുന്നതോടുകൂടി നേരത്തെ എന്തൊക്കെയാണോ CPM-നെയും ഇടതുപക്ഷത്തെയും അവിടെ ബുദ്ധിമുട്ടിച്ചിരുന്നത്, ആ ഘടകങ്ങൾ വീണ്ടും അന്തരീക്ഷത്തിലേക്ക് മുഖ്യധാരയിലേക്ക് വരികയും അവർ ഡിഫൻസിലാവുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. ഷാഫി ആവട്ടെ കേവലം വടകരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവ് എന്നതിനപ്പുറത്തേക്ക് പോയിട്ട് കേരളത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു നെക്സ്റ്റ് ലീഡർ ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ കൊടുക്കുകയാണ് ഇപ്പോൾ വടകരയിൽ നമ്മൾ കാണുന്നത്. ആ നിലയ്ക്ക് അയാൾക്ക് ഒരു പെനട്രേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് അവിടുത്തെ മത്സരം ഇഞ്ചോടിഞ്ചായി കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് ജയിക്കുക എന്നത് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയാത്തത്. അപ്പുറത്തുണ്ടായ ആവേശം എന്താണോ അതേ ആവേശത്തെ ആ അർത്ഥത്തിൽ ലെഫ്റ്റിൻ്റെ ക്യാമ്പ് ഏറ്റെടുക്കുകയും അവർ അവരുടെ പരമാവധി സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വടകര കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുരൂപം അടക്കമാണ്. നേരത്തെ നാസർക്ക് പറഞ്ഞ പോലെ ഷാഫി പറമ്പിലിനെ പോലെ ഇത്രയും വലിയ ഒരു ഫിഗറായിട്ട് വളർന്നു വന്ന ഒരാൾ അവിടെ വീണുപോയാൽ അത് കേരളത്തിലെ, നമ്മളിപ്പോൾ മുസ്ലിം മൈനോറിറ്റിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്, മുസ്ലിം മൈനോറിറ്റി എടുത്തുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ലെഫ്റ്റിന് ഗുണം ചെയ്തു എന്ന് വിചാരിക്കണം. അതർവൈസ് ഈ ഏതെങ്കിലും ഒറ്റ അജണ്ടയിൽ ഈ തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിക്കുന്നതിൽ ലെഫ്റ്റ് പരാജയപ്പെട്ടെന്ന് കാണേണ്ടി വരും. കാരണം ഇതൊരു ഒരു വിഷയത്തിൽ CAA അല്ലെങ്കിൽ ദേശീയ വിഷയങ്ങൾ നരേന്ദ്രമോദി എന്നതിൽ കേന്ദ്രീകരിച്ച് നിർത്തിക്കൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ലെഫ്റ്റ് തുടക്കത്തിൽ ശ്രമിച്ചെങ്കിൽ അതിൽ അവർക്ക് പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് പൊസിഷനുണ്ട്, പിണറായി വിജയൻ സർക്കാരിനെയും പാഠം പഠിപ്പിക്കണം, ഇവിടുത്തെ ആൻറ്റി ഇൻകംബൻസി എന്നതിലേക്ക് കാര്യങ്ങളെ കൂട്ടാൻ UDF ശ്രമിച്ചെങ്കിൽ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ UDF ഒരു സ്റ്റെപ്പ് എടുക്കാൻ, ഒരു എഡ്ജ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് UDF കോൺഫിഡൻസിന് ഇപ്പോഴത്തെ ആധാരമായ സംഗതി. അത് ലെഫ്റ്റിന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. റൈറ്റ്. ആ അജണ്ട ദേശീയ രാഷ്ട്രീയവുമായി എത്രമാത്രം ബന്ധപ്പെട്ടതാണ് എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണ്.